Okay, good morning to all. നിങ്ങൾക്ക് പ്രസന്റേഷൻ കാണുന്നുണ്ടോ? ക്ലാസ് ഞാൻ പറയുന്ന ഓഡിബിൾ ആണോ? ഓക്കെ, ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യോ? വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ ഓക്കെ ആണ്, താങ്ക് യു അൻഷ. ഓക്കെ, സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് സൊല്യൂഷൻ ഓഫ് എ നോൺ ഹോമോജീനിയസ് വേവ് ഇക്വേഷൻ എന്ന് പറയുന്ന ഭാഗമായിരുന്നു അല്ലേ? സോ സൊല്യൂഷൻ ഓഫ് എ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ കൺസിഡർ ചെയ്തപ്പം നമ്മളൊരു നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു വെക്റ്റർ പൊട്ടൻഷ്യൽ ഫസ്റ്റ് നമ്മൾ സ്കെലാർ പൊട്ടൻഷ്യലാണ് കൺസിഡർ ചെയ്തത്. ആ സ്കെലാർ പൊട്ടൻഷ്യലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ സൊല്യൂഷൻ വിത്ത് റെസ്പെക്ട് ടു ആസ് എ റിട്ടാർഡഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഫോമിൽ നമുക്ക് എന്ത് ചെയ്തു, ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു. ഓക്കെ, ദെൻ ഫർദർ നമ്മൾ വി ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻ്റഗ്രൽ റോ ഡിവൈഡ് ബൈ ആർ മൈനസ് യു എന്ന് പറയുന്ന ഫോമിൽ എന്ത് ചെയ്തു, റെപ്രസെൻ്റ് ചെയ്തു. ഓക്കെ, സോ ആ ഒരു ഭാഗമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിന് ശേഷം നിങ്ങളോട് ഞാൻ ആ ഒരു വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ കേസിൽ അതെങ്ങനെയാണ് നമ്മളെ ഇക്വേഷൻസ് വരിക എന്നുള്ളത് എന്ത് ചെയ്തു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട് ഹോംവർക്കായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ ഷെയർ ചെയ്തു. ബാക്കിയുള്ളവരെന്ത് ചെയ്യുക, അതൊന്ന് ചെയ്തിട്ട് എനിക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, സോ ആ ഭാഗം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ആരും ഡൗട്ടും ചോദിച്ചു കണ്ടില്ല. കുറച്ച് പേരൊക്കെ ചോദിച്ചവർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ്റെ കേസിൽ നമ്മൾ കഴിഞ്ഞ ഇതിൽ ഡിസ്കസ് ചെയ്തത്. സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് സോഴ്സ് ഫ്രീ വേവ് ഇക്വേഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, സോഴ്സ് ഫ്രീ വേവ് ഇക്വേഷൻ്റെ കേസിൽ വരുന്നത് നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്ന മാക്സ്വെൽ ഇക്വേഷൻ്റെ കേസ് നമുക്കറിയാം. എന്തായിരുന്നു മാക്സ്വെൽ ഇക്വേഷൻസ്? നമ്മൾ നേരത്തെ അതിൻ്റെ കണ്ടിന്യൂറ്റി ഫോംസിലേക്ക് ചെയ്തിട്ടുള്ള ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മാക്സ്വെൽ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ? സോ കൺസിസ്റ്റൻ്റ് മാക്സ്വെൽ ഇക്വേഷൻ്റെ ഫോം നമ്മൾ എഴുതിയത് ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു minus dou b by dou t, right? Then del cross h is equal to j plus dou d by dou t, then followed by del dot d equal to rho del dot b equal to 0 എന്ന് പറഞ്ഞ ഫോമിൽ നമ്മൾ മാക്സ്വെൽ ഇക്വേഷൻ്റെ കൺസിസ്റ്റൻ്റ് ഫോം നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ജെ എന്ന് പറയുന്നത് എന്താണ്, കറണ്ട് ഡെൻസിറ്റി ആണ്. അതുപോലെ തന്നെ റോ എന്ന് പറയുന്നത് എന്താണ്, ചാർജ് ഡെൻസിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ സോഴ്സ് ഫ്രീ വേവ് ഇക്വേഷൻ്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു പെർട്ടിക്കുലർ വേവ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പം നമ്മൾ സോഴ്സിനെ അല്ല നമ്മൾ ഡിസ്കഷനിൽ മെയിനായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നേരെ മറിച്ച് എങ്ങനെയാണ് ആ വേവിൻ്റെ പ്രൊപ്പഗേഷൻ എന്നുള്ളതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ സോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പം സോഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം, സോഴ്സ് മീൻസ് എന്താണ്, കറണ്ട് ഡെൻസിറ്റി അല്ലെങ്കിൽ ചാർജ് ഡെൻസിറ്റി. സോഴ്സ് ഫ്രീ എന്ന് പറയുമ്പം കറണ്ട് ഡെൻസിറ്റി ഓർ ചാർജ് ഡെൻസിറ്റി നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു കേസിൽ കൺസിഡർ ചെയ്യുന്നത്. സോ സോഴ്സ് ഫ്രീ വേവ് ഇക്വേഷൻ്റെ കേസിൽ റോ ഈക്വൽ ടു 0, ജെ ഈക്വൽ ടു 0. റോ എന്ന് പറയുന്നത് എന്താണ്, ചാർജ് ഡെൻസിറ്റി ആണ്. അതുപോലെ ജെ എന്ന് പറയുന്നത് എന്താണ്, കറണ്ട് ഡെൻസിറ്റി ആണെന്ന് പറഞ്ഞു. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ കറസ്പോണ്ടിങ്ങിലി നമ്മുടെ ഇക്വേഷൻസിൽ എങ്ങനെ വാരി ചെയ്യും എന്നുള്ളതാണ്. മാക്സ്വെൽ ഇക്വേഷൻ എങ്ങനെയാണ് വാരി ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത്. സോ എന്തുകൊണ്ട് ജെ
n rho 0 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എവിടെ നിന്നാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഒറിജിനേറ്റ് ചെയ്യുന്നത് എന്നതിനേക്കാൾ ഉപരി അത് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ കൺസേൺസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു വേവ് സിമ്പിൾ ആണെങ്കിൽ നമുക്കതിനെ പറയാൻ പറ്റും എന്താണ്, ഒരു ലീനിയർ ഐസോട്രോപിക് ഹോമോജീനസ് ആയിട്ടുള്ള ഒരു വേവ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, വേവ് സിമ്പിൾ മീൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത് ബേസിക്കലി ലീനിയർ ആയിട്ടുള്ള ഐസോട്രോപിക് ഒരു ഹോമോജീനിയസ് വേവ് കൺസിഡർ ചെയ്യാന്നിരിക്കുക. ഓക്കെ, ഹോമോജീനിയസ് വേവ് ഇക്വേഷനും നോൺ ഹോമോജീനിയസ് വേവ് ഇക്വേഷനും എന്തായിരുന്നു ഡിഫറൻസ്? നമ്മൾ പറഞ്ഞിട്ടായിരുന്നു ഹോമോജീനിയസ് വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, അവിടെ ചാർജ് ഡെൻസിറ്റിയും കറണ്ട് ഡെൻസിറ്റിയും എന്തായിരിക്കും, 0 ആയിരിക്കും. നമ്മളവിടെ സോഴ്സ് ഫ്രീ എന്നുള്ള കൺസെപ്റ്റാണ് ബേസിക്കലി നമ്മൾ എടുക്കുന്നത്. നേരെ മറിച്ച് നോൺ ഹോമോജീനിയസ് ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ആ നോൺ സീറോ ആയിട്ടുള്ള വാല്യൂ ആയിരുന്നു കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഇക്വേഷൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞത്. അതായത് റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായിരുന്നു, നോൺ സീറോ ആയിട്ടുള്ള ടേം ആയിരുന്നു നമുക്ക് ഒബ്സർവ് ചെയ്തിരുന്നത്. സോ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സോഴ്സ് ഫ്രീ ആയിട്ടുള്ള മാക്സ്വെൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യും. ആ മാക്സ്വെൽ ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യണം, സോഴ്സ് ഫ്രീ ആയിട്ടുള്ള വേവ് ഇക്വേഷൻസ് നമുക്ക് ഡിനോട്ട് ചെയ്യണം. സോ ഓക്കെ, സോ നമ്മളിവിടെ ഒരു നോൺ കണ്ടക്റ്റിംഗ് മീഡിയ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, കണ്ടക്ട് മീഡിയ ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു സോഴ്സ് ഫ്രീ വേവ് ഇക്വേഷൻ മീൻസ് എന്താണ്, സോഴ്സ് എന്ന് പറയുന്നത് ചാർജ് ഡെൻസിറ്റിയും കറണ്ട് ഡെൻസിറ്റിയും എന്ന് പറയുന്നത് എന്താണ്, റോ ഈക്വൽ ടു 0, ജെ ഈക്വൽ ടു 0. സോ ഞാനൊരു വേവ് കൺസിഡർ ചെയ്തു. ആ വേവിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ലീനിയർ ആണ്, ഐസോട്രോപിക് ആണ്, അതുപോലെ തന്നെ ഹോമോജീനിയസ് ആയിട്ടുള്ള വേവ് ആണ്. സോ വിച്ച് ഈസ് പാസിംഗ് ത്രൂ എ നോൺ കണ്ടക്റ്റിംഗ് മീഡിയ. ഓക്കെ, സോ ഈ വേവിലൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു നോൺ കണ്ടക്റ്റിംഗ് മീഡിയ ആണ്. എന്താണ് നോൺ കണ്ടക്റ്റിംഗ് മീഡിയന്റെ പ്രത്യേകത? അവിടെ നമുക്ക് രണ്ട് വാല്യൂസ് കൂടെ അഡ്രസ് ചെയ്യണം. വാട്ട് ഈസ് ദാറ്റ്? വൺ ഈസ് പെർമിറ്റിവിറ്റി, another one is permeability. സോ ഈ കേസിൽ കണ്ടക്ടിവിറ്റിന്റെ വാല്യൂ എന്തായിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, നോൺ കണ്ടക്റ്റിംഗ് മീഡിയ ആയതുകൊണ്ട് എന്താണ്, കണ്ടക്ടിവിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിഗ്മ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. സോ നമ്മൾ ഈ എഴുതിയിരിക്കുന്ന മാക്സ്വെൽ ഇക്വേഷൻ അങ്ങനെയാണെങ്കിൽ ഒരു സോഴ്സ് ഫ്രീ മാക്സ്വെൽ ഇക്വേഷൻ അല്ലെങ്കിൽ സോഴ്സ് ഫ്രീ മാക്സ്വെൽ ഇക്വേഷന്റെ ഫോമിലേക്ക് വരികയാണെങ്കിൽ മാക്സ്വെൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് ഏത് ഫോമില വരിക, എവിടെയൊക്കെ ചേഞ്ച് വരിക? ഞാൻ ബി എ റെപ്രസെന്റ് ചെയ്യുന്ന ഇൻ ടേംസ് ഓഫ്, നമുക്കറിയാം മ്യൂ എന്ന് പറയുന്ന റെപ്രസെന്റേഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ ബി ഈക്വൽ ടു എന്തായിരിക്കണം, എന്താ ബിയും എച്ചും തമ്മിലുള്ള റിലേഷൻ, മ്യൂ എച്ച് എന്ന് പറഞ്ഞ റിലേഷൻ ഉണ്ട് അല്ലേ. ഓക്കെ, അതുപോലെ ഡി ഈക്വൽ ടു എപ്സിലോൺ ഇ. ഈ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. സോ ഈ ഒരു ഫോർമുലേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് മാക്സ്വെലിന്റെ ഇക്വേഷൻ ഇല്ല സോഴ്സ് ഫ്രീ കണ്ടീഷനിൽ നമുക്ക് എങ്ങനെയാണ് വാരിയേഷൻ ചെയ്യുക എന്നുള്ളതാണ് നോക്കേണ്ടത്. സോ ഫസ്റ്റ് എന്താണ്, ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി എന്നാണുള്ളത്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, മ്യൂ എച്ച് എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ദെൻ മൈനസ് മ്യൂ ഡോ എച്ച് ബൈ ഡോ ടി എന്നുള്ള ഫോമിൽ എന്ത് ചെയ്തു, ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് വൺ, വാട്ട് അബൌട്ട് ദാറ്റ്, ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി എന്നാണ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഇക്വേഷൻ. സോ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ജെ ഈക്വൽ ടു 0 ആയതുകൊണ്ട് എന്ത് ചെയ്തു, നമുക്ക് ഈ ഇക്വേഷനെ നമുക്ക് ഏത് ഫോമിൽ എഴുതാം, ഡോ എപ്സിലോൺ ഇ ബൈ ഡോ ടി എന്ന് എഴുതാം. മീൻസ് ഇവിടെ എന്താണ്, ജെ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ കണ്ടീഷൻ ആണുള്ളത്. ഓക്കെ, സോ ഒന്നുകൂടെ വൃത്തിയായിട്ട് എഴുതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു എപ്സിലോൺ ഡോ ഇ ബൈ ഡോ ടി എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ. Then what about del dot d? Del dot d എന്ന് പറയുന്നത് എന്താണ്, del dot d equal to del dot epsilon e which is equal to rho ആണ് വരുന്നത്. റോ എന്ന് പറഞ്ഞ ഈ കേസിൽ എന്താണ്, 0 ആണ് അല്ലേ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ബേസിക്കലി ഇത് റോ ആണ്, പക്ഷെ നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ റോ ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു 0. വാട്ട് അബൌട്ട് നെക്സ്റ്റ് കേസ്? ഇനി ഞാൻ ഡെൽ ക്രോസ് എച്ച് എന്ന് എഴുതാണെങ്കിൽ ഇങ്ങനെ വരും, ഡെൽ ഡോട്ട് എച്ച് ഇസ് ഈക്വൽ ടു ബി ആണ് ബേസിക്കലി ഇക്വേഷൻ. ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0, അവിടെ മ്യൂ എച്ച് എന്ന് കൊടുക്കുകയാണെങ്കിൽ del dot mu h is equal to 0. That means del dot h is equal to 0. So നമ്മളിപ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഇക്വേഷനെ ജസ്റ്റ് ഒന്ന് ഞാൻ അങ്ങോട്ട് മാറ്റി ചെയ്താണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൽ ക്രോസ് ഇ is equal to മൈനസ് മ്യൂ ഡോ എച്ച് ബൈ ഡോ ടി. അതുപോലെ തന്നെ ഡെൽ ക്രോസ് എച്ച് is equal to എപ്സിലോൺ ഡോ ഇ ബൈ ഡോ ടി. Del dot E equal to 0, del dot H is equal to 0. Okay, so ഇതാണ് സോഴ്സ് ഫ്രീ കേസിലെ മാക്സ്വെല്ലിന്റെ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോഴ്സ് ഫ്രീ വേവ് ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ എങ്ങനെയായിരുന്നു നേരത്തെ നോൺ ഹോമോജിയസ് വേവ് ഇക്വേഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്? അതായത് ഡെൽ ക്രോസ് ഓഫ് ഡെൽ ക്രോസ് ഇ എന്നുള്ള ഫോമിലായിരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഇക്വേഷനെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെയും അതുപോലെ തന്നെ ഫസ്റ്റ് ഈ ഒരു ഇക്വേഷനിൽ ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്ന ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സോ അതിൻ്റെ കേൾ എടുക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, ഡെൽ ക്രോസ് ഇ ഓക്കെ വിച്ച് ഈസ് ഈക്വൽ ടു ഇങ്ങനെ വരാം. ഡെൽ ക്രോസ് ഇ എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് മ്യൂനെ ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് പുറത്തെടുക്കാം. Okay, then what we have, sorry, dou by dou t of del cross h എന്ന് എഴുതാം. ഓക്കെ, which is equal to എന്താണ് ഈ ഡെൽ ക്രോസ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെൽ ക്രോസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്സിലോൺ ഡോ ഇ ബൈ ഡോ ടി എന്നാണ്. ഓക്കെ, മൈനസ് മ്യൂ എപ്സിലോൺ ഡോ ബൈ ഡോ ടി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡോ ബൈ ഡോ ടി ഓഫ് എപ്സിലോൺ ഡോ ഇ ബൈ ഡോ ടി. സോ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ എന്ന് വരും, വിച്ച് ഈസ് ഡെൽ ക്രോസ് ഇ. ഫൈൻ. സോ ദെൻ ഇനി നമുക്ക് ഓൾറെഡി നമ്മളൊരു റിലേഷൻ കേൾ എന്ന് പറയുന്ന കേസിൽ നമ്മൾ റിലേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെൽ ക്രോസ് ഇ ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽ ഓഫ് ഡെൽ ഡോട്ട് ഇ മൈനസ് ഡെൽ സ്ക്വയർ ഇ. സോ ഈ റിലേഷൻ കഴിഞ്ഞാൽ നോൺ ഹോമോജിയസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ഡെൽ ഡോട്ട് ഇ? ഡെൽ ഡോട്ട് ഇ എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആണ്. സോ എന്ത് ചെയ്യാം, നമുക്ക് ഡെൽ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽ സ്ക്വയർ ഇ എഴുതാം. കാരണം എന്താണ്, ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു എന്താണ്, 0 എന്ന് പറയുന്ന ഫോമിൽ വന്നു. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, മേലെ എന്ത് ചെയ്യാം, ഡെൽ ക്രോസ് ഇക്ക് എനിക്ക് എന്ത് ചെയ്യാം, മൈനസ് ഡെൽ സ്ക്വയർ ഇ എന്ന ഫോം കൊടുക്കാം. ദാറ്റ് മീൻസ് മൈനസ് ഡെൽ സ്ക്വയർ ഇ equal to minus mu epsilon dou square e by dou t square. Okay, clear അല്ലേ? സോ ഇതിനൊന്ന് ഞാൻ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാം, ഡെൽ സ്ക്വയർ ഇനെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് കൊണ്ടുവരികയാണെങ്കിൽ ഡെൽ സ്ക്വയർ ഇ മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, സോ ഇതേപോലെ നിങ്ങൾ ഡെൽ ക്രോസ് എച്ചിൻ്റെ കേസിലും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കറസ്പോണ്ടിങ് ആയിട്ട് എച്ചിൻ്റെ കേസിലും ഒരു സൊല്യൂഷൻ കിട്ടും. ഓക്കെ, വൺ സെക്. വാട്ട് അബൌട്ട് ഡെൽ ക്രോസ് എച്ച്?
then we will be having del cross epsilon dou E dou T, right, which can be written as epsilon dou by dou T into del cross E, okay, which is equal to minus mu epsilon dou by dou T of dou H by dou T further equal to minus mu epsilon dou square H by dou T square എന്ന് വരും. ക്ലിയർ അല്ലേ? സോ അതേ എന്താണ് del cross H. again നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ del cross H നമുക്ക് ഏത് ഫോമിൽ എഴുതാം? it is equal to del of del dot H minus del square H എന്ന് എഴുതാം, which will be resulting to minus del square H, where del dot H is equal to 0 ആണ്. So that means again we will be getting minus del square H equal to minus mu epsilon del square H by dou T square. Okay, so del square H minus mu epsilon del square H by dou T square equal to 0 എന്നാണ്. okay, so നമ്മൾ എന്ത് രണ്ട് ഇക്വേഷൻ ഇപ്പോൾ ഡിറൈവ് ചെയ്തു. del square E equal to mu epsilon dou square E by dou T square equal to 0, del square H is equal to okay dou square epsilon del square H minus mu epsilon dou square H by dou T square equal to 0 എന്ന് പറഞ്ഞ രണ്ട് ഇക്വേഷൻ. ഓക്കെ, സോ ഞാൻ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. u equal to 1 by root mu E എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ. ഓക്കെ, u equal to 1 by root mu epsilon എന്ന് കൊടുക്കാൻ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും? del square E minus 1 by u square. 1 by u square എന്ന് പറഞ്ഞാൽ എന്താണ്? mu epsilon E എന്ന് പറഞ്ഞ mu epsilon എന്ന് പറഞ്ഞ ടേം കിട്ടും. സോ ഓക്കെ, dou square E by dou T square equal to 0 എന്ന് പറഞ്ഞ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. അതുപോലെ തന്നെ ഇൻ ടേംസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോമിലുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? del square H minus 1 by u square dou square H by dou T square equal to 0. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹോമോജീനിയസ് സ്കേലാർ വേവ് ഇക്വേഷൻ ആണ്. അതുപോലെ സെക്കൻഡ് വൺ എന്ന് പറയുന്നതാണ് ഹോമോജീനിയസ് വെക്റ്റർ വേവ് ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ, സോ ഇതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഡിഫറൻസ് എന്താണ്? നോൺ ഹോമോജീനിയസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരിക്കും? ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ വാല്യൂ എന്തായിരിക്കും? അത് നോൺ സീറോ ആയിരിക്കും. 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോമോജീനിയസ് എന്ന് പറയാം. സോ അതിന്റെ എന്തുകൊണ്ട് അത് ഹോമോജീനിയസ് ആയി നോൺ ഹോമോജീനിയസ് ആയി എന്നുള്ളത് എന്താണ്? ഒന്ന് സോഴ്സ് ഫ്രീ ആണ് ഹോമോജീനിയസിന്റെ കേസിൽ, മറ്റേത് എന്താണ്? സോഴ്സും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വേവ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നമ്മുടെ കൺസേൺ ആണ്. സോ ആ കേസിനാണ് നമ്മൾ എന്ത് ചെയ്യുക? നോൺ ഹോമോജീനിയസ് വേവ് ഇക്വേഷന്റെ റെപ്രസെൻറ്റേഷൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു കേസ് എന്ന് പറയുന്നത് എന്താണ്? ഇതിപ്പോൾ ഏതൊരു ഫോർമാറ്റിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്യാൻ പറ്റും. പോളാർ കോർഡിനേറ്റിന്റെ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ തന്നെ കാർട്ടീഷ്യൻ കോർഡിനേറ്റിന്റെ കേസിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ ഒരു വേവ് ഇക്വേഷനെ കൺവേർട്ട് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് ഹോമോജീനിയസ് വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഹോമോജീനിയസ് വേവ് ഇക്വേഷന്റെ വേരിയസ് റെപ്രസെൻറ്റേഷൻസ് നമ്മൾ നെക്സ്റ്റ് ഒരു ചാപ്റ്ററിൽ വേവ് ഇക്വേഷൻ്റെ ചാപ്റ്ററിൽ നമ്മൾ എക്സ്റ്റെൻസീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ
നോട്ട് ചെയ്ത് വെക്കാം. സോ ഇതാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ 2 സെഷനിലായിട്ട് ചെയ്തിട്ടുള്ളത്. വേവ് ഇക്വേഷനും അതിൻ്റെ തന്നെ 2 റെപ്രസെൻറ്റേഷൻ, നോൺ ഹോമോജീനിയസ് വേവ് ഇക്വേഷനും അതുപോലെ തന്നെ ഹോമോജീനിയസ് വേവ് ഇക്വേഷൻ്റെ കേസും എങ്ങനെയാണ് അതിൻ്റെ സൊല്യൂഷൻസ് ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളത് അഡ്രസ്സ് ചെയ്തു. ഫസ്റ്റ് കേസിൽ എന്തായിരുന്നു, നോൺ ഹോമോജീനിയസിൻ്റെ കേസിൽ അവിടെ ആ റിട്ടാർഡഡ് പൊട്ടൻഷ്യൽ, നോൺ ഹോമോജീനിയസിൻ്റെ കേസിൽ റിട്ടാർഡഡ് പൊട്ടൻഷ്യൽസ് ആയിട്ട് സ്കേലാറിൻ്റെയും വെക്ടറിൻ്റെയും കേസിലാണ് നമുക്ക് എന്ത് ചെയ്തത്, അതിൻ്റെ വാല്യൂ കിട്ടി. എന്തുകൊണ്ടാണ് റിട്ടാർഡഡ് ആവുന്നത് എന്നുള്ളത് ആ ഡിസ്കഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ രണ്ട് ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് അതിൻ്റെ ഒരു ഡെറിവേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഓക്കെ. സോ ഇനി നെക്സ്റ്റ് നമ്മളൊരു പോർഷൻ വരുന്നത് ടൈം ഹാർമോണിക് ഫീൽഡ് എന്ന് പറയുന്നതാണ്. ടൈം ഹാർമോണിക് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മളിനി കൺസിഡർ ചെയ്യാൻ പോകുന്ന ട്രാൻസ്മിഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഡിഫറെൻറ്റ് നൊട്ടേഷൻസ് ആണ് നെക്സ്റ്റ് ചാപ്റ്റേഴ്സിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു വേവിനെ നമുക്ക് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക, ആ ഒരു കാര്യങ്ങൾ ഒരു വേവിൻ്റെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ കൺസിഡർ ചെയ്യുന്നതിൻ്റെ സർട്ടൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമുക്ക് ടൈം ഹാർമോണിക് ഫീൽഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ മൂവിങ് ഓൺ. ഈ ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, നമുക്കത് ക്ലാരിഫൈ ചെയ്തിട്ട് അടുത്ത ഇതിലേക്ക് പോകാം. ക്ലിയർ ആണോ? യെസ്. Okay, then time harmonic field. Okay, normally ടൈം ഹാർമോണിക് വേവ് എന്ന് നമുക്ക് അറിയാം, ഏതൊരു വേവിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ ജനറലി ആയിട്ടൊരു വേവിൻ്റെ ഫോം നമുക്ക് ഡിസ്കഷനിൽ വരുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർട്ടൺ വേവ് വിത്ത് എന്താണ്, ഒരു ക്രസ്റ്റ്, ഒരു ട്രഫ് എന്നുള്ള ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വേവിനെ നമുക്ക് പെട്ടെന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഫോമുലേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ നമുക്കറിയാം എന്തായാലും ഒരു വേവിൻ്റെ ഫോം നമുക്ക് ഇതാണ് നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ഒരു വേവിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. പകരം വേവിൻ്റെ റെപ്രസെൻറ്റേഷൻ, ഇപ്പോൾ ഈ ഒരു വേവ് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഏത് ഫംഗ്ഷൻ, ഇവിടെ ഞാൻ വൈ ഓഫ് എക്സ് ചെയ്താണെങ്കിൽ ഇതിനെ ഞാൻ എക്സ് ഡയറക്ഷനിലുള്ള ഒരു വേവിൻ്റെ പ്രൊപ്പഗേഷനാണ് ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ. സോ ഇത് ഏതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ, ഒരു വേവ് ഫോമാണ് ഞാൻ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഓക്കെ. നമുക്ക് പറയാൻ എന്താണ്, ഒരു സൈൻ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേസാണ്. അവിടെ എന്താണ്, 0-ലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. ഇത് കോസ് ആണെങ്കിൽ എന്താ പറയുക, ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലായിരിക്കും. അതെന്താണ്, cos 0 = എന്താണ്, 1 ആണ് അതിൻ്റെ വാല്യൂ എന്ന് നമുക്കറിയാം. സൈൻ 0ൻ്റെ കേസിൽ അതിൻ്റെ വാല്യൂ എന്താണ്, 0 ആണ് വരിക. സോ നമുക്ക് ജനറലി പറയുകയാണെങ്കിൽ ഇതൊരു സൈൻ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേസാണെന്ന് പറയാം. കോസിൻ്റെ കേസിലാണെങ്കിൽ നമ്മുടെ ഗ്രാഫ് എന്ത് ചെയ്യാം, ജനറലി സ്റ്റാർട്ട് ചെയ്യുക അതിൻ്റെ മാക്സിമത്തിലാണ്, ഈ രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, സിമ്പിളായിട്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ വേവിനെ കുറിച്ച് വരുമ്പോൾ ആദ്യം വരുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നതാണ് ഇങ്ങനെ സിനുസോയിഡൽ ആയിട്ടുള്ള നാച്ചർ. ആ സിനുസോയിഡൽ നാച്ചർ എന്ന് പറയുന്നതാണ്, ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് എ കൊസൈൻ ഫംഗ്ഷൻ ആവാം, അല്ലെങ്കിൽ ഒരു സൈൻ ഫംഗ്ഷനുള്ള ഒരു വേവിൻ്റെ പ്രൊപ്പഗേഷനെയാണ് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാം, ഒബ്സേർവ് ചെയ്യാം. സോ നമ്മൾ ടൈം ഹാർമോണിക് ഫീൽഡ് അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്ന ഫോം ഉണ്ട്. ഓക്കെ, സ്റ്റഡി സ്റ്റേറ്റ് വേവ്, സ്റ്റഡി സ്റ്റേറ്റ് സിനുസോയിഡൽ എന്നാ പറയാം. സിനുസോയിഡൽ മീൻസ് എന്താണ്, ഇറ്റ് ഈസ് റണ്ണിങ് ആസ് എ സൈനുസോയിഡൽ വേവ്. ഇറ്റ് ക്യാൻ ബി ഐദർ കൊസൈൻ വേവ് ഓർ ക്യാൻ ബി എ സൈൻ വേവ് ആയിട്ടാണ് നമ്മൾ വേവിനെ റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മളെപ്പോഴാണ് ഒരു വേവ് ടൈം ഹാർമോണിക് ആണ് എന്ന് പറയാം. അപ്പം ടൈം ഹാർമോണിക് എന്ന് പറയുന്ന കേസിൽ നമ്മളൊരു പോയിന്റിൽ നിന്ന് വേവ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഒറിജിനേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവിനും അതുപോലെ തന്നെ അതിൻ്റെ സോഴ്സിൻ്റെ വേവിനും എന്താണ്, കറസ്പോണ്ടിങ് ആയിട്ട് സെയിം ആംപ്ലിറ്റ്യൂഡ് ആണ്, അതുപോലെ തന്നെ സെയിം ഫ്രീക്വൻസി ആണ് എങ്കിൽ നമ്മൾ ആ ഒരു കേസിലാണ് നമ്മൾ
അതിനെ ടൈം ഹാർമോണിക് എന്ന് പറയാം. അതുപോലെ തന്നെ അതെന്താണ് വിത്ത് റെസ്പെക്ട് ടു ടൈം അത് അതിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹാർമോണിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, അത് മൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ മോഡ്സ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, n = 1 sin x sin nx എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, ഈ n എന്ന് പറയുന്നതാണ് ഓരോ ഹാർമോണിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ മോഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനെയാണ് നമുക്ക് n ബേസിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു വേവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹാർമോണിക് ആയിട്ട് എന്ന് പറയാം, ഒരു സെയിം ഫ്രീക്വൻസി ഫോമിൽ അതുപോലെ തന്നെ ഓൾമോസ്റ്റ് സെയിം ആംപ്ലിറ്റ്യൂഡ് ആണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, സെയിം ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ അതുപോലെ ഈ ഒരു ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണ്, ഇതൊരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ് എന്നുള്ള കൂടെയാണ്. ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല് ഞാൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് 0 to 2π എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം അത് പീരിയോഡിക്കലി അത് റിപ്പീറ്റ് ചെയ്യുന്നത്. എന്താണ് പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഒരു സെർട്ടൺ ഇൻ്റർവെല് കഴിയുമ്പോൾ ആ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പീരിയോഡിക് വേവ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരു സെർട്ടൺ ഇൻ്റർവെൽ ഫോർ എക്സാമ്പിൾ 0 to 2π എന്ന് കഴിഞ്ഞിട്ട് വീണ്ടും അത് ആ ഒരു വേവ് ഫോം തന്നെ വിത്ത് സെയിം ആംപ്ലിറ്റ്യൂഡ് റിപ്പീറ്റ് ചെയ്യുന്ന കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പീരിയോഡിക് വേവ് എന്നല്ലെങ്കിൽ പീരിയോഡിക് ഫംഗ്ഷൻ എന്നൊക്കെ നമ്മൾ പറയാം. സോ പീരിയോഡിക് ആയിട്ട് വിത്ത് സെയിം ഫ്രീക്വൻസി സെയിം ആംപ്ലിറ്റ്യൂഡ് ഒരു സ്റ്റഡി സ്റ്റേറ്റ് സൈനുസോയിഡൽ റെപ്രസെൻറ്റേഷൻ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ടൈം ഹാർമോണിക് വേവ് എന്ന് പറയാം. ഓക്കെ, സോ ടൈം ഹാർമോണിക് വേവിൻ്റെ ഇമ്പോർട്ടൻസ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സോഴ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സോഴ്സിൻ്റെ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവിൻ്റെ ഫ്രീക്വൻസി എന്തായിരിക്കും, ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഓക്കെ, അതിനാണ് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ ഒരു ടൈം ഡിപ്പെൻഡൻസ് ഉണ്ട് വേവിന്. നമ്മൾ ഓൾറെഡി പറഞ്ഞു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീൻസ് എന്താണ്, അതൊരു മൂവിങ് കണ്ടീഷൻ ആണ്. സോ ദർ ഇസ് എ ടൈം ഡിപ്പെൻഡൻസ് ആസ് വെൽ. ഓക്കെ, സോ ബേസിക്കലി നമ്മളൊരു ഫോർ എക്സാമ്പിൾ നിങ്ങൾ കറണ്ടിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന കേസിൽ നിങ്ങൾ എന്ത് പറയണം, I(t) എന്ന് പറയുന്നതാണ് വിത്ത് റെസ്പെക്ട് ടു ടൈം വാരി ചെയ്യുന്ന ഒരു കറണ്ടിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്, I cos ωt പ്ലസ് ഫൈ എന്നുള്ള ഫോമിലാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫൈ ഇവിടെ ഈ ഒരു കേസിൽ എന്താണ്, I എന്ന് പറയുന്നത് എന്താണ്, ആംപ്ലിറ്റ്യൂഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കാര്യമാണ്. സംടൈംസ് എന്താണ് നമ്മൾ I0 എന്നാണ് ഈ ഒരു ആംപ്ലിറ്റ്യൂഡിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ദെൻ കോസ് ωt എന്ന് പറയുന്നത് അതിൻ്റെ ടൈമിൻ്റെ റെപ്രസെൻറ്റേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം എങ്ങനെയാണ് ഈ ഫംഗ്ഷൻ വാരി ചെയ്യുന്നത് റെപ്രസെൻറ്റ്. ഫൈ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, അതിൻ്റെ ഫേസിനെ ഡിഫറൻസ് എന്താണ്, അതൊരു വേവായി ട്രാവൽ ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന ഫേസ് ഡിഫറൻസിനെ ഡിനോട്ട് ചെയ്യുന്ന വാല്യൂ ആണ് ഫൈ എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു ഒമേഗ എന്നുള്ളത് നമുക്കറിയാം വിച്ച് ഈസ് റിലേറ്റഡ് ടു ടൈം അല്ലേ. സോ അതുപോലെ തന്നെ റിലേറ്റഡ് ടു ഫ്രീക്വൻസി ആസ് വെൽ. നമുക്ക് സിമ്പിളായിട്ട് ഫ്രീക്വൻസി ആയിട്ട് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒമേഗ ഈക്വൽ ടു 2πf എന്ന് എഴുതാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഒമേഗ ഈക്വൽ ടു 2π ഇൻറ്റു എഫ് നമുക്ക് എന്ത് ചെയ്യാം, എഫ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ്. സോ 1/t എന്ന് പറയുന്ന ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ എന്താണ് ഒമേഗ ഈക്വൽ ടു ബേസിക്കലി 2π/t എന്ന് പറഞ്ഞ റെപ്രസെൻറ്റേഷൻ എഴുതാം. ഇനി ഒമേഗ നോർമലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പം അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ റാഡ് പെർ സെക്കൻഡ് ആണ് കൊടുക്കുക. ഓക്കെ, റാഡ് പെർ സെക്കൻഡ്, ടൈം ടി എന്ന് പറയുന്നത് ടൈം 2π/t റാഡ് പെർ സെക്കൻഡിലാണ് നമ്മൾ അതിൻ്റെ യൂണിറ്റ് റെപ്രസെൻറ്റ് ചെയ്യുക. ഫ്രീക്വൻസിൻ്റെ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം എന്താണ്, ഹെഡ്സ് ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അതൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, നമുക്ക് ഇതൊക്കെ ഇനി എക്സ്റ്റെൻസീവ് ആയിട്ട് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് വരുന്നതാണ്. സോ നിങ്ങൾ ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഒന്ന് റെഫ്രഷ് ചെയ്യുന്നുള്ളൂ. ഫൈൻ. സോ നമ്മൾ ഇപ്പോൾ കൺസിഡർ ചെയ്ത് എന്താണ്, I(t) = I cos ωt പ്ലസ് ഫൈ എന്ന് പറയുന്ന കേസിലാണ് നമ്മൾ ഇപ്പോൾ ഒരു എന്താണ് ഒരു വേവ് ഫംഗ്ഷനെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ അതിൽ ഡിഫറെൻറ്റ് കോമ്പണൻസ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെട്ടിട്ടുള്ളത്. ഫൈ എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന ഫേസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വാല്യൂ ആണ് ഫൈ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഫേസിൻ്റെ വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ നെക്സ്റ്റ് ഡിസ്കഷൻ അതിനെക്കുറിച്ചാണ്. സോ ഫേസ് എന്ന് പറയുന്നതാണ് ആ കൊസൈൻ ഫംഗ്ഷൻ്റെ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫേസ് ഡിഫറൻസിനെ ഡിനോട്ട് ചെയ്യുന്ന വാല്യൂ ആണ് അതിൻ്റെ ഫൈ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഫംഗ്ഷൻ ഞാൻ ഇൻ ടേംസ് ഓഫ് സൈൻ്റെ ഫോമിൽ എഴുതാമെന്ന് വിചാരിക്കാം. ഓക്കെ, I(t) എന്ന് പറയുന്നതാണ് ഇൻ ടേംസ് ഓഫ്
സൈൻ ഫംഗ്ഷൻ ആയിട്ടാണ് എഴുതുന്നതെങ്കിൽ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? I ഈക്വൽ ടു സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ഡാഷ് എന്നുള്ള ഫോമിലാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ഫൈ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷന് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഫൈ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? 5 പ്ലസ് പൈ ബൈ 2 എന്ന് പറയുന്ന ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഫംഗ്ഷൻ എന്തായാലും ഒരു സൈൻ ഫംഗ്ഷൻ്റെ നോഷനിലായിരിക്കും നമുക്ക് അതിനെ കിട്ടുക. സോ നമ്മളൊരു വേവ് ഫംഗ്ഷന് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ വിച്ച് ഫോം ഓഫ് ഫംഗ്ഷൻ നമ്മൾ എടുക്കുന്നത്, അതായത് കൊസൈൻ ഫംഗ്ഷൻ ആണോ അതല്ലെങ്കിൽ സൈൻ ഫംഗ്ഷൻ ആണോ നമ്മൾ ഫംഗ്ഷനെ റെഫറൻസ് ആയിട്ട് എടുക്കേണ്ടത് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ്. സോ ഈ ഒരു റെഫറൻസ് നിങ്ങൾ ഒരു വേവിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഐദർ നിങ്ങൾ എന്തായിരിക്കണം അതിനൊരു കൊസൈൻ ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യണം, അതല്ലെങ്കിൽ അതിനെ ഒരു സൈൻ ഫംഗ്ഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കൊസൈൻ ഫംഗ്ഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ഫേസർ നൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു ഫോം ഉണ്ട്. ആ ഫേസർ നൊട്ടേഷൻ്റെ ഫോമിൽ എന്താണെന്ന് ഞാൻ പറയാം. ഫേസർ നൊട്ടേഷൻ്റെ ഫോമിൽ കൊസൈൻ പാർട്ടാണ് നിങ്ങൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ റിയൽ പാർട്ട് ഓഫ് ദ വേവ് ആണ് എന്ത് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നത്. റിയൽ പാർട്ട് ഓഫ് ദ വേവ് ആണ്. ഓക്കെ. സോ അതുപോലെ തന്നെ സൈൻ എടുക്കുന്ന കേസാണെങ്കിൽ എന്താണ് അതിൻ്റെ ഇമാജിനറി പാർട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ പറയാം ഇ റേസ് ടു ഐ തീറ്റ ഈക്വൽ ടു എന്താണ് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് നമ്മൾ എഴുതാം. ഓക്കെ. സോ ഇതെന്താണ് ഇതിൻ്റെ റിയൽ പാർട്ടാണ്, ഇതെന്താണ് അതിൻ്റെ ഇമാജിനറി പാർട്ടാണ്. സോ നമ്മൾ വേവ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ കോസ് എക്സ് എടുക്കുന്നു എന്നുള്ളതിനർത്ഥം നമ്മൾ അതിൻ്റെ റിയൽ പാർട്ട് ഓഫ് വേവ് ഫംഗ്ഷനെയാണ് നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്നത്. അപ്പം റിയൽ പാർട്ടിനെയാണ് നമ്മളെ ഡിസ്കഷനിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നത് എന്നാണ് അതിന് അർത്ഥം. ഓക്കെ. ഞാനൊരു ഫംഗ്ഷനെ ഞാനിപ്പോൾ കൺസിഡർ ചെയ്തു ഇ ഓഫ് ടി ഈക്വൽ ടു, ഓക്കെ, ഞാൻ പറഞ്ഞു ഇ ഓഫ് ടി ഈക്വൽ ടു എന്താണ് ഐ കോസ് ഒമേഗ ടി എന്നെടുത്തു. അതുപോലെ തന്നെ ഐ ഓഫ് ടി ഈക്വൽ ടു ഐ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ എന്നെടുത്തു കറണ്ട്. ഓക്കെ. സോ അതുപോലെ തന്നെ അതിലൂടെയുള്ള വോൾട്ടേജിൻ്റെ ഇക്വേഷന് ഞാൻ എന്ത് ചെയ്തു ഇ ഓഫ് ടി ഈക്വൽ ടു ഇ കോസ് ഒമേഗ ടി എന്നെടുത്തു. ഓക്കെ. ദെൻ നമുക്കറിയാം ഒരു എൽ സി ആർ സർക്യൂട്ടിൻ്റെ കേസിൽ, ഓക്കെ, എൽ സി ആർ സർക്യൂട്ടിൻ്റെ കേസിൽ നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എൽ ഡി ഐ ബൈ ഡി ടി പ്ലസ് ആർ ഐ പ്ലസ് 1/c ഐ ഡി ടി ഈക്വൽ ടു ഇ ഓഫ് ടി. സോ ഈ ഒരു ഫോമിൽ എന്ത് ചെയ്യാം? ഒരു എൽ സി ആർ സർക്യൂട്ടിൻ്റെ കേസിൽ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ നമുക്ക് ഈ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ നിങ്ങൾ ഈ ഐൻ്റെ കേസിൽ ഐ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് പറയുന്ന കേസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡി ഐ ബൈ ഡി ടി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്, അതിന് നിങ്ങൾക്ക് പുറത്തെടുക്കാൻ പറ്റും. മൈനസ് ഒമേഗ എൽ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ പ്ലസ് ആർ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ റൈറ്റ് പ്ലസ് 1/ωc. അവിടെ എന്താണ് ഇൻ്റഗ്രേഷൻ വരും സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ, ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഇ ബ്രാക്കറ്റ് ഉണ്ട് ഇ കോസ് ഒമേഗ ടി എന്ന് വരും. ക്ലിയർ ആണോ? സോ ഈ ഒരു കേസിൽ എന്താണ് നമ്മൾ ഇതിൻ്റെ വാല്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ് കമ്പാരിറ്റീവ്ലി നമുക്ക് എന്താണ് കുറച്ച് ഡിഫിക്കൽട്ട് കേസാണ്. കാരണം എന്താണ് ഇവിടെ നമ്മൾ ഇൻ്റഗ്രേഷൻ കൊടുത്തു, ദെൻ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് വന്നു. സോ ഇതിൽ രണ്ടും മിക്സഡ് ആയിട്ടുള്ള കേസുമാണ് വരുന്നത്. സൈൻ ഒമേഗ ടിയും വരുന്നുണ്ട്, കോസ് ഒമേഗ ടിയും വരുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ നോർമൽ കേസിൽ എന്താണ് അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്കാണ്. പക്ഷേ ഈ ടാസ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ ഈ ഇ ഓഫ് ടീനെ ഞാൻ ഈ ഒരു ഫോം റെപ്രസെൻറ്റ് ചെയ്യാം. ഇ ഓഫ് ടി ഈക്വൽ ടു നമുക്കത് അറിയാം എന്താണ് ഇ കോസ് ഒമേഗ ടി. ഓക്കെ. ഈ കോസ് ഒമേഗ ടി എനിക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? ഈ കോസ് ഒമേഗ ടിനെ ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബേസിക്കലി ഇത് എന്ന് പറയുന്നത് എന്താണ് ഇ റേസ് ടു, ഓക്കെ, ഞാനിതിനെ ഇ കോസ്
ഒമേഗ ടി പ്ലസ് 0 എന്ന് എഴുതി. ഓക്കെ, ഇവിടെ ഫൈ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. സോ ഞാൻ ഇ റേസ് ടു ഐ ഫോമിൽ ചെയ്താണെങ്കിൽ എങ്ങനെ എഴുതാം? ഇ റേസ് ടു ഐ തീറ്റ ഇ റേസ് ടു ജെ ഒമേഗ ടി എന്നുള്ള ഫോം എഴുതാം. ദാറ്റ് മീൻസ് ഇ റേസ് ടു ഐ ഒമേഗ ടി പ്ലസ് തീറ്റ. ഇവിടെ തീറ്റൻ്റെ വാല്യൂ എന്താണ്? 0 ആണ് ഈ കേസിൽ. സോ ഇ റേസ് ടു ഐ ഒമേഗ ടി എന്ന് വരും. ഓക്കെ, സോ ബേസിക്കലി ഇ റേസ് ടു ഐ ഒമേഗ ടി എന്ന് പറയുന്നത് എന്താണ്? കോസ് ഒമേഗ ടി എന്ന് നമുക്ക് പറയാൻ പറ്റും, അതിൻ്റെ റിയൽ പാർട്ട് കൺസിഡർ ചെയ്യുമ്പോൾ. സോ ഓക്കെ, സോ നമ്മൾ ഇ റേസ് ടു ഈ കോസ് ഒമേഗ ടി നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞു ഇവിടെ റെഫറൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് കോസ് ഒമേഗ ടി ആണെങ്കിൽ, ഓക്കെ, ഇവിടെ നമ്മൾ എടുക്കുന്നത് കോസ് ഒമേഗ ടി ആണെങ്കിൽ നമുക്കിതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്ന ഫോമിൽ എഴുതാം ആർ ഇ ഓഫ്, ഓക്കെ, ആർ ഇ ഓഫ് ഇ റേസ് ടു ഇ, ഓക്കെ, ഇ ജെ, ഞാൻ ഇവിടെ ജെ എന്നാണ് കൺസിഡർ ചെയ്യുന്നത് ഐക്ക് പകരം. ഓക്കെ, കോംപ്ലക്സ് നമ്പർ ജെ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ജെ ഇൻറ്റു 0 എന്ന് പറയാം. ജെ തീറ്റ എന്നുള്ളതിന് പകരം ജെ 0 ഇ റേസ് ടു ജെ ഒമേഗ ടി എന്ന് പറയുന്ന ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, ദാറ്റ് മീൻസ് നമുക്ക് എന്ത് ചെയ്യാം? റിയൽ പാർട്ട് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ടി എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. ക്ലിയർ ആണോ? ഓക്കെ, സോ ഇവിടെ ഞാനൊരു ഇ എസ് എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. എന്താണ് ഇ എസ് എന്ന് പറയുന്നത്? ഇ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ഇ എസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇ റേസ് ടു ജെ 0നെയാണ് നമ്മൾ ഇ എസ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. മീൻസ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഇ എന്ന് പറഞ്ഞു ഈ കേസിൽ. ഓക്കെ, സോ അതേപോലെ ഞാൻ കറണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇതേപോലെ നമ്മൾ കറണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഐ ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അതിൻ്റെ കോസ് ഒമേഗ ടി ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ റിയൽ പാർട്ടിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് മീൻസ് റിയൽ പാർട്ട് ഓഫ് നമുക്ക് എന്താ ഉള്ളത്? ഐ ഓഫ് ടി എന്ന് പറയുന്നതാണ് ഐ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ, റൈറ്റ്? സോ നമ്മൾ റിയൽ പാർട്ട് കൺസിഡർ ചെയ്തു. സോ ഇ റേസ് ടു, ദാറ്റ് മീൻസ് കോസിൻ്റെ ഭാഗം മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഐ ഇൻറ്റു ഇ റേസ് ടു ജെ ഫൈ, ഓക്കെ, ഇൻറ്റു നമ്മൾ ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ടേം ഇ റേസ് ടു ജെ ഒമേഗ ടി വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇ റേസ് റിയൽ പാർട്ട് ഓഫ് ഇ ഐ എസ് ഇ റേസ് ടു ജെ ഒമേഗ ടി എന്നുള്ള ഫോമിൽ എഴുതാം. ഓക്കെ, ദാറ്റ് മീൻസ് ഐ എസ് എന്താണ്? ഐ എസ് എന്ന് പറഞ്ഞാൽ ഐ ഇ റേസ് ടു ജെ ഫൈ. ഐ എസ് ഈക്വൽ ടു ഐ ഇ റേസ് ടു ജെ ഫൈ എന്നുള്ള റെപ്രസെൻറ്റേഷൻ ആണ് ഞാൻ കൊടുത്തുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്ത് ആർ ഇ മീൻസ് എന്നാണ് റിയൽ പാർട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വേണ്ട. സോ നമ്മൾ ഇ എസ് ഐ എസ് എന്ന് പറയുന്ന രണ്ട് ഫോമിൽ എഴുതി, ഇ എസ് ആൻഡ് ഐ എസ് എന്ന് പറഞ്ഞ. സോ ഇ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ റേസ് ടു ജെ 0 ഇ, ദെൻ ഐ എസ് ഐ ഇ റേസ് ടു ജെ ഫൈ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ സ്കേലാർ ഫേസർ എന്ന് പറയാം. ഓക്കെ, സ്കേലാർ ഫേസർ എന്ന് പറഞ്ഞത്. ഈ ഒരു ഫേസറിലുള്ള കണ്ടന്റ് എന്തൊക്കെയാണ്? ഇ ആണെന്നുള്ളത് എന്താണ്? ദാറ്റ് മീൻസ് ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, ഓക്കെ, ആൻഡ് ഫേസ്. സോ അതിലെന്താണ്? ആംപ്ലിറ്റ്യൂഡിന്റെയും ഫേസിന്റെയും ഇൻഫോർമേഷൻസ് ഉണ്ട്, ബട്ട് ഇറ്റ്സ് ഇൻഡിപെൻഡന്റ് ഓഫ് സ്കേലാർ ഫേസർ കേട്ടോ, ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം. ഓക്കെ, സോ ഇ എസ് ഐ എസ് എന്ന് പറയുന്ന ഈ നോഷനെയാണ് നമ്മൾ ബേസിക്കലി സ്കേലാർ ഫേസർ നൊട്ടേഷൻ എന്ന് പറയാം. സോ ഫേസർ നൊട്ടേഷൻ ഉണ്ടാവുക എന്തൊക്കെയാണ്?
എന്തൊക്കെ ഇൻഫർമേഷൻസ്? ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും, ദാറ്റ് മീൻസ് ഇ എന്ന് പറഞ്ഞ ഈ കേസിലാണെങ്കിൽ ഐ എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡിന്റെ വാല്യൂ, ദെൻ ഫേസ് വിച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം. ഓക്കെ, ടൈമിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നില്ല, അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പം ഇ എസിന്റെ കേസിൽ എന്താണ്, അതിന്റെ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. കാരണം എന്താണ്, കോസ് ഒമേഗ ടി പ്ലസ് 0 ആണ് അവിടെ വരിക, ഈ കോസ് ഒമേഗ ടി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളവിടെ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് എന്താണ്, ആ ഒരു കേസിൽ കോസ് ഒമേഗ ടിനെ ആണെങ്കിൽ കോസ് ഫംഗ്ഷനെയാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ ഫംഗ്ഷനെ നമ്മൾ റിയൽ പാർട്ട് എന്ന നോഷനിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? സോ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ, നേരത്തെ ഉള്ളായിരുന്ന ഇക്വേഷൻ നമ്മൾ ജസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഡി ഐ ബൈ ഡി ടി എന്തായിരിക്കും? ഡി ഐ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്, ആർ ഇ ജെ ഒമേഗ ഐ എസ് ഇ റേസ് ടു ജെ ഒമേഗ ടി എന്നാണ്. സോ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്, ഐന്റെ സ്ഥാനത്ത് ഞാൻ എന്ത് ചെയ്തു, ഐ എസ് ഇ റേസ് ടു ജെ ഒമേഗ ടി എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെ എന്തെടുത്തുള്ളത്, ഡി ബൈ ഡി ടി ഓഫ് ഐ എസ് ഇ റേസ് ടു ജെ ഒമേഗ ടി. ഓക്കെ, സോ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിയൽ പാർട്ട് ഓഫ് ജെ ഒമേഗ ഇൻറ്റു ഐ ഇ റേസ് ടു ഒമേഗ ടി എന്നുള്ള ഫോമിൽ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഫൈൻ ആണോ? ഓക്കെ, ഓക്കെ, let me put a bracket here. Okay, so real part of j omega is e raised to j omega t. So അതുപോലെ തന്നെ ഇന്റഗ്രേഷൻ്റെ ഒരു ടേം ഉണ്ടായിരുന്നു ഐ ഡി ടി എന്ന് പറയുന്നത്. അവിടെ എന്ത് ചെയ്യാം, ഐന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, ഐ എസ് ഇ റേസ് ടു ജെ ഒമേഗ ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ അതിന്റെ സൊല്യൂഷൻ കിട്ടാം? അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്യുക, ഐ എസ് ഇ റേസ് ടു ജെ ഒമേഗ ടി ഡി ടി എടുത്തു കഴിഞ്ഞാൽ you will be getting a solution that real part of is by j omega e raised to j omega t എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ കേസിൽ കിട്ടിയേ, ഐ ഓഫ് ടി കിട്ടി, ഫേസറിന്റെ ഫോമിൽ കിട്ടി, അതുപോലെ ഇ ഓഫ് ടി ഫേസറിന്റെ ഫോമിൽ കിട്ടി, ഡി ഐ ബൈ ഡി ടിയും ഫേസറിന്റെ ഫോമിൽ കിട്ടി, ദെൻ ഇന്റഗ്രേഷൻ ഓഫ് ഐ ഡി ടി എന്ത് ചെയ്തു, ഫേസറിന്റെ ഫോമിൽ റെപ്രസെന്റ് ചെയ്തു. സോ ഇതൊക്കെ എന്താണ്, സിമിലർ ആയിട്ട് എന്ത് ചെയ്യുക, ഓൾമോസ്റ്റ് ഒരു സെയിം ഫോമിലേക്ക് നമുക്ക് ആ കൊസൈൻ സൈൻ ഫംഗ്ഷൻ ഒക്കെ എന്ത് ചെയ്തു, സിമ്പിൾ ആയിട്ട് ഒരു ഫോമിലേക്ക് എന്ത് ചെയ്തു, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ വാല്യൂസ് ഒക്കെ ഒന്ന് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എൽ സി ആർ സർക്യൂട്ടിന്റെ ഇക്വേഷൻ ഉണ്ടായിരുന്നില്ലേ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സൈൻ്റെ ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നോക്കുമ്പോൾ മേലെ എൽ ഡി ഐ ബൈ ഡി ടി ആർ ഐ പ്ലസ് 1/c ഇന്റഗ്രൽ ഐ ഡി ടി ഇ ഓഫ് ടി എന്ന് പറയുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കിയിട്ട് എന്താ സൊല്യൂഷൻ കിട്ടുന്നത് പറഞ്ഞേ. എങ്ങനെയാണ് വരിക സബ്സ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ, എൽ ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ഓക്കെ ഐ ഇ റേസ് ടു j omega into is e raised to j omega t. Okay, that is di by dt, right? Okay, then plus ri എന്ന് പറഞ്ഞാൽ എന്താണ്, റിയൽ പാർട്ട് ഓഫ് is e raised to j omega t plus 1/c എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ഇന്റഗ്രേഷൻ്റെ ഇത് വരുമ്പം റിയൽ പാർട്ട് ഓഫ് is by j omega e raised to j omega t ഈക്വൽ ടു നമ്മൾ ഇ ഓഫ് ടീനെ കൺവേർട്ട് ചെയ്തിട്ട് ഏത് ഫോമിൽ എഴുതി, ആർ ഇ ഇ എസ് ഇ റേസ് ടു ജെ ഒമേഗ ടി എന്ന് എഴുതി.
So e raised to j omega t നമുക്ക് കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും കട്ടായി പോയി. Then what we will be having L ഞാൻ റിയൽ പാർട്ട് എന്നുള്ളത് തൽക്കാലം ആ കൺസിഡറേഷൻ അങ്ങ് ഒഴിവാക്കി j ഒമേഗ പ്ലസ് r is ഉം is okay is ന് ടേം ഉണ്ടാവും. Okay, is will be there. Okay, ഇവിടെ is r is plus 1 by cj omega, okay, into is equal to es എന്നുള്ള ഫോം കിട്ടും. Okay, fine. So ഇതിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? is നെ കോമൺ എടുത്തു കഴിഞ്ഞാൽ j omega lj omega plus r plus 1 by cj omega equal to es എന്ന് വരും. Okay, then r plus j ഞാൻ ഈ ഒരു ഫോമിൽ ചെയ്താണെങ്കിൽ ഫൈനൽ സൊല്യൂഷൻ വരുന്നത് എന്താണ്? r plus j omega l മൈനസ് ഇവിടെ എന്ത് ചെയ്തേ ഈ ഒരു മൈനസ് j ഞാൻ മേലോട്ട് എടുക്കുകയാണ്. j നെ മേലോട്ട് എടുക്കും മൈനസ് 1 by c omega എന്ന് വരും. ഓക്കെ, 1 by omega c 1 okay into is equal to es എന്ന് പറയുന്ന സിംപ്ലിഫൈഡ് ആയിട്ടുള്ള വേർഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്ക് ഫൈനലി വരേണ്ട സൊല്യൂഷൻ. എങ്ങനെയാണ് ഇതിവിടെ മൈനസ് വന്നതെന്ന് മനസ്സിലായല്ലോ. ഇവിടെയുള്ള ഡിനോമിനേറ്ററിലുള്ള കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ മേലോട്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ നെഗറ്റീവ് വരും. സോ 1 by c ഒമേഗ എന്ന് വരും. സോ അതാണ്. എന്നിട്ട് j നെ കോമൺ എടുത്തു, j ഒമേഗ l മൈനസ് 1 by ഒമേഗ c. ഓക്കെ, സോ ഇതാണ് ഫേസർ നൊട്ടേഷൻ്റെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്ന അല്ലെങ്കിൽ സൈനും കോസും കൂടെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനെ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്തു? ഒരു ഫംഗ്ഷന്റെ ഫോമിൽ ഫേസർ നൊട്ടേഷൻ കൺസിഡർ ചെയ്തിട്ട് എന്താണ് ഈ ഒരു കേസിൽ is എന്ന് പറഞ്ഞതും es എന്ന് പറഞ്ഞതും നമുക്കറിയാം അതിന്റെ ആംപ്ലിറ്റ്യൂഡും അതുപോലെ തന്നെ അതിന്റെ ഫേസും ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉള്ള ഡിനോട്ട് ചെയ്യുന്നതാണ്. സോ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലി ഒരു ടേമിനെ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്ത് എടുക്കാൻ വേണ്ടി ചെയ്തു. സോ ഈ ഫേസർ എന്ന് പറയുന്നത് നമുക്കൊരു ലീനിയർ ടൈം ഹാർമോണിക് കേസിലൊക്കെ കേസിൽ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. ഓക്കെ, അതിൽ ഫേസറിന്റെ ഫോം ഇത്രയേ ഉള്ളൂ. ഒരു ആംപ്ലിറ്റ്യൂഡും വേവും ഉള്ള നൊട്ടേഷൻ ഈ is equal to i e raised to j phi എന്നാണ്. അതിൽ phi എന്ന് പറയുന്ന ഫേസ്, i എന്ന് പറയുന്നതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, സോ ഇങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് അതിൻ്റെ ഒരു ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു റിയൽ പാർട്ടിന്റെ കേസിൽ ഫോർ എക്സാമ്പിൾ e of t equal to sin omega t എന്ന് വിചാരിക്കട്ടെ. ഓക്കെ, e of t equal to sin omega t ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് എന്താണ്? ഇവിടെ ഒരു സൈൻ ഫംഗ്ഷൻ ആണ്. അപ്പം ഈ ഒരു കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് സൈൻ ഫംഗ്ഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മളിപ്പം e equal to cos omega t ആയിരുന്നു നേരത്തെ കേസിൽ. അപ്പം sin omega t ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? റെഫറൻസ് ആയിട്ട് എടുക്കുക. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്താ വെച്ചാൽ ഐദർ നിങ്ങൾ ഫിക്സ് ചെയ്യണം ഞാൻ ഈ എൻ്റയർ പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യുന്നത് കോസ് ഫംഗ്ഷനെ റെഫറൻസ് ആക്കിയിട്ടാണ് അല്ലെങ്കിൽ സൈൻ ഫംഗ്ഷനെ റെഫറൻസ് ആക്കിയിട്ടാണോ എന്നുള്ളത് എന്ത് ചെയ്യാം? ഫസ്റ്റ് ചെയ്യണം. അപ്പം കോസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫേസർ എടുക്കുമ്പോൾ അതിൻ്റെ റിയൽ പാർട്ടായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. സൈൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇമാജിനറി പാർട്ട് ഓഫ് ദ ഫേസർ ആണ് നിങ്ങൾ റെപ്രസെന്റ് ചെയ്ത്. നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ e of t equal to sin omega t എന്നുള്ള ഫോമിൽ എഴുതുകയാണെങ്കിൽ ഇതിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇവിടെ ചെറിയൊരു വേരിയേഷനേ വരുള്ളൂ. e of t എന്ന് പറയുന്നത് എന്തായാലും അതിന്റെ ഫേസ് നൊട്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് എഴുതാൻ പറ്റുന്ന ഫോം എന്ന ഇമാജിനറി പാർട്ട് ഓഫ് j phi e raised to j omega t എന്നുള്ള ഫോമിലാണ് വരിക. സോ ഇവിടെ e of t എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് im of e raised to j0 e raised to j omega t ഈ ഒരു ഫോമിൽ വരും. മൈനസ് j omega t വരും. സോറി, ഓക്കെ. സോ ഈ ഒരു ഫോമിൽ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ സൊല്യൂഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാം, ഈ LCR സർക്യൂട്ടിൻ്റെ കേസ് E of t equal to sin omega t എന്ന് വരുന്ന കേസിൽ എങ്ങനെയാണ് ആ ഫേസർ നൊട്ടേഷൻ വെച്ചിട്ട് നമ്മൾ നേരത്തെ ഈ സോൾവ് ചെയ്തിട്ടുള്ള ഈ ഒരു LCR സർക്യൂട്ടിൻ്റെ ഫൈനൽ സൊല്യൂഷൻ എങ്ങനെ വരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ചെയ്തിട്ട് വരാം. ഓക്കെ, ജസ്റ്റ് ചെയ്ത് നോക്കൂ. എന്നിട്ട് കിട്ടുന്നത് നിങ്ങൾ എന്ത് ചെയ്യാം, എനിക്കൊരു ഹോംവർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഹോമോജീനിയസ് വേവ് ഇക്വേഷൻ അഡ്രസ്സ് ചെയ്തു. ആ ഹോമോജീനിയസ് വേവ് ഇക്വേഷനും അതുപോലെ തന്നെ സോഴ്സ് ഫ്രീ ആയിട്ടുള്ള മാക്സ്വെൽ ഇക്വേഷൻ്റെ കേസും ഡിസ്കസ് ചെയ്തു. ദെൻ പ്രൊസീഡ് ചെയ്തിട്ട് നമ്മൾ ടൈം ഹാർമോണിക് ഫീൽഡ് സ്റ്റഡി സ്റ്റേറ്റ് സിനുസോയിഡൽ വേവ് ഇക്വേഷൻ വേവ് എന്ന് പറയുന്ന വേവിനെ അഡ്രസ്സ് ചെയ്തു. എന്നിട്ട് എങ്ങനെയാണ് ഒരു കോംപ്ലിക്കേറ്റഡ് വേവ് ഫോർമുലേഷൻ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻസിനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് ഫേസറിൻ്റെ ഫോമിൽ നമ്മൾ എന്ത് ചെയ്യാം, അതിനെ സോൾവ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഡിസ്കഷനാണ് പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് ഭാഗങ്ങളും ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് വരിക. അതുപോലെ തന്നെ ഇന്ന് പറഞ്ഞ പോലെ E of t equal to E sin omega t. സോ ഇവിടെ റെഫറൻസ് ആയിട്ട് എടുക്കേണ്ട സൈൻ ആണ്. എന്നിട്ട് എന്ത് ചെയ്യാം, ഇമാജിനറി കേസിൽ എങ്ങനെ ഇത് സോൾവ് ചെയ്യാം എന്നുള്ളത് എന്ത് ചെയ്യാം നോക്കിയിട്ട് വരാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇതിന് ശേഷം ഒരു എക്സാമ്പിൾ നിങ്ങളെ ഡേവിഡ് കെ ചെങ്ങിൽ കൊടുത്തിട്ടുണ്ട്. ആ പ്രോബ്ലം ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. പറ്റുന്നവർ അത് ചെയ്തിട്ട് വരാം. ആർക്കെങ്കിലും ആ ഭാഗത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആ ഭാഗം കൂടെ ഡിസ്കസ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ നിങ്ങൾ നോക്കിയിട്ട് വരാം. ഓക്കെ, വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇത് കുറച്ച് വളരെ സ്ലോ എടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് വേവ് ഇക്വേഷൻ്റെ കേസൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഫേസറിൻ്റെ നൊട്ടേഷൻ വളരെ യൂസ്ഫുൾ ആവും. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം.